ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട്, പുറപ്പാട്, പുറപ്പാട്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം. മാമ്രയുടെ ഓക്കുമരത്തോപ്പിന് സമീപം അബ്രാഹത്തിന് വീണ്ടും പ്രത്യക്ഷനാകുന്ന ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ബൈബിളിൻ്റെ ഓരോ പുസ്തകങ്ങൾ നമ്മൾ പഠിച്ചാൽ ഓരോ പുസ്തകങ്ങളിലും ഓരോ വ്യക്തികൾ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിൽ സത്യത്തിൽ നിറഞ്ഞു നിൽക്കേണ്ട മനുഷ്യൻ ആദമാണ്. പക്ഷേ ആദം വീണു പോയതിനാൽ ഉൽപ്പത്തിയുടെ പുസ്തകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അബ്രഹാമാണ്. പുറപ്പാടിലേക്കും തുടർന്നങ്ങോട്ടുള്ള പുസ്തകങ്ങളിൽ മുഴുവൻ മോശയെ തുടർന്നുള്ള ദൈവാനുഭവങ്ങളുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. തുടർന്നങ്ങോട്ടുള്ള ഓരോ പുസ്തകങ്ങൾ നിങ്ങൾ നോക്കുക. ജോഷുവയുടെ പുസ്തകത്തിൽ മോശയുടെ പിൻഗാമിയായി വരുന്ന ജോഷുവ നിറഞ്ഞു നിൽക്കുന്നു. എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ ദൈവമഹത്വത്താൽ നിറയുന്നത് എന്ന് ജോഷുവ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ, പ്രവാചകന്മാരുടെ പുസ്തകത്തിലൊക്കെ ഇപ്രകാരം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ കഴിയും. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ദൈവപുത്രൻ്റെ ചിത്രമാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായമാണ് നാം അല്പമായി ഒന്ന് ധ്യാനിക്കുന്നത്. മാമ്രയുടെ ഓക്കുമര തോപ്പിന് സമീപമിരിക്കുന്ന അബ്രഹാം പിതാവിനെക്കുറിച്ചും അദ്ദേഹത്തിനുണ്ടാകുന്ന ദൈവാനുഭവമാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ ഈ അധ്യായത്തിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ തന്നെ വളരെ ശ്രദ്ധേയമാണ്, ഹൃദയസ്പർശിയാണ്. ദൈവം സന്ദർശിക്കുന്നു, ദൈവം സന്ദർശിക്കുന്നു. ദൈവം അനുദിനം നമ്മുടെ ജീവിതത്തിൽ ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു എന്ന് പറയുന്ന ദൈവം ഓരോ ദിവസവും നമ്മളെ സന്ദർശിക്കുന്നുണ്ട്. പക്ഷേ എത്രയോ ദിവസങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നിരർത്ഥകമായി പോയത്. ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മളുടെ ആയുസിൻ്റെ നാളുകൾ ദിവസങ്ങളിലൊന്ന് എടുത്തേ. 30 വർഷം പ്രായമുള്ള ഒരാൾ 30 × 365 3650 ദിവസങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. എത്ര ദൈവാനുഭവങ്ങളുള്ള ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായി. എത്രയോ നിരർത്ഥകമായിട്ടാണ് നമ്മുടെ ജീവിതങ്ങൾ മണിക്കൂറുകളൊക്കെ ചിലവഴിക്കുന്നത്. കുറച്ചുകൂടെ നമ്മൾ വിലപ്പെട്ടവരാകണം പ്രിയ സ്നേഹിതരെ. ഓരോ ദിവസത്തിനും ഓരോ മണിക്കൂറിനും വിലയുണ്ട്. ഓരോ മണിക്കൂറിലും ദൈവത്തെ കണ്ടുമുട്ടുവാൻ നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ ജീവിതം നിരർത്ഥകമാണ്. ലോകത്തിന് പിന്നാലെ എന്തിനാണ് ഇങ്ങനെ പായുന്നത്? കുറേയൊക്കെ നമുക്ക് മടങ്ങി വരാം. ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്ന് ധ്യാന നിമഗ്നരായിട്ടിരിക്കാം. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ, വിശുദ്ധ കുർബാനയുടെ ആചരണത്തിൽ നാം ഭക്തിപൂർവ്വം പങ്കുചേരുന്നതിൽ, ഭവനങ്ങൾ തോറുമുള്ള സന്ധ്യാപ്രാർത്ഥനയിൽ, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയൊക്കെ കുറച്ചുകൂടെ നമുക്ക് ഊർജ്ജസ്വലമാക്കാം. നമുക്ക് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാം. അവിടെയെല്ലാം ദൈവം നമ്മളെ സന്ദർശിക്കുന്ന അനുഭവങ്ങളുണ്ട്. ഒരുപക്ഷെ ഓരോ ദിവസവും നമ്മൾ എടുത്തു നോക്കിയാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ, നമ്മൾ ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ല, ഇങ്ങനൊരാൾ വന്നുകൂടിയല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു ദിവസമായിരിക്കാം. പക്ഷേ അയാളിലൂടെ ദൈവത്തിന് ഒരു ദൈവസന്ദർശനം നമുക്ക് പൂർത്തിയാകുന്ന സമയമായിരിക്കാം. നമുക്കറിയില്ല, ഒരുപക്ഷെ ആ മനുഷ്യനിലൂടെ ഒരുപാട് കാര്യങ്ങൾ ദൈവം നമ്മോട് സംസാരിച്ചിട്ടുണ്ടാകാം. നാം അതിനെയൊക്കെ, ആ വിത്തുകളെയൊക്കെ നാം മുളപ്പിച്ചെടുക്കണം. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു സംഭവമാകാം, ഒരു യാത്രയാകാം, ഒന്ന് ബൈബിളിൻ്റെ മുമ്പിൽ ധ്യാനനിമഗ്നമായിട്ട് ഒന്ന് ഇരിക്കുന്നതാകാം. ഇതൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ സന്ദർശിക്കാനുള്ള അവസരമാണ്. അതുകൊണ്ട് ഇനി ആരും, എന്നെ കേൾക്കുന്നവരാരും ജീവിതം ബോറടിക്കുന്നു എന്ന് പറയരുത്. ദൈവത്തെ നിങ്ങൾ മനഃപൂർവ്വം മാറ്റി നിർത്തി വാതിലടച്ച് നിങ്ങൾ മുറിക്കകത്തിലിരിക്കുന്നതുകൊണ്ടാണ് ജീവിതം ബോറടിക്കുന്നതായിട്ട് തോന്നുന്നത്. ദൈവം കൂടെയുള്ള ഒരു മനുഷ്യനും ഈ വാക്കുപയോഗിക്കുകയില്ല. അവൻ ഓരോ മിനിറ്റും എൻജോയ് ചെയ്യും ദൈവത്തോടുകൂടെ. അത് ആസ്വദിച്ചുകൊണ്ട് ജീവിതം സന്തോഷപൂർണ്ണമാകും. ദുരിതങ്ങൾ, സഹനങ്ങൾ, കഷ്ടതകളൊക്കെ ജീവിതത്തിൽ വന്നുകൊള്ളട്ടെ. പക്ഷേ അതിനെയൊക്കെ അവൻ അതൊരു ആഘോഷമാക്കും. ദൈവത്തോട് ചേർന്ന് ആ സഹനങ്ങളെയൊക്കെ ചാലിച്ച്, ദൈവത്തിൻ്റെ ആത്മാവിൽ ചാലിച്ച് അവൻ അതിനെയൊക്കെ മധുരത്തോടെ നുകർന്ന് അനുഭവിക്കും എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരനുഭവം അബ്രഹത്തിൻ്റെ ജീവിതത്തിലെ പോലെ നമ്മുടെ ജീവിതത്തിലും പറഞ്ഞു. ഞാൻ ഓർമ്മിപ്പിച്ചു, നമ്മൾ ചിന്തിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായമാണ്. ദൈവം സന്ദർശിക്കുന്ന ഒരു സ്ഥലം, ദൈവം സന്ദർശിക്കുന്ന ഒരു മനുഷ്യൻ, ദൈവം സന്ദർശിക്കുന്ന ഒരു ഭവനം.
അബ്രാഹത്തിൻ്റെ ജീവിതം നമുക്കറിയാം. അദ്ദേഹം കൂടാരങ്ങളിലാണ് വസിച്ചത്, ഒരു കൂടാരവാസിയായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം പറഞ്ഞിടത്തൊക്കെ ഒരു പൊട്ടനെ പോലെ യാത്ര ചെയ്ത മനുഷ്യൻ, ഒന്നും ചിന്തിച്ചില്ല. എന്തിന് കർത്താവ് നീ എന്നോട് അങ്ങനെ പറയുന്നു, ആദിക്ക് എന്തുകൊണ്ട് നീ എന്നോട് ഇങ്ങോട്ട് പോകാൻ പറഞ്ഞു? ഒരിക്കലും അബ്രഹാം അത് ദൈവത്തോട് ചോദിച്ചിട്ടില്ല. ദൈവം എന്തെല്ലാം പറഞ്ഞു അവൻ അക്ഷരം പ്രതി അതനുസരിച്ചു. അതുകൊണ്ടാണ് ബൈബിളും സഭയുമൊക്കെ അബ്രഹത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ വിശേഷണം. ജനതകളുടെ പിതാവെന്നാണ് അബ്രഹാം എന്ന വാക്കിൻ്റെ അർത്ഥം. നാം അബ്രഹത്തെ വിശേഷിപ്പിക്കുന്നത് വലിയ ജനതയുടെ പിതാവെന്നും വിശ്വാസികളുടെ പിതാവെന്നുമാണ്. വിശ്വാസികളുടെ പിതാവ്, വിശ്വാസങ്ങളുടെയൊക്കെ ഒരു അതിനായകനാഥനായ ദൈവത്തെ അനുഗമിച്ച മനുഷ്യനായതുകൊണ്ട് വിശ്വാസികളുടെയൊക്കെ പിതാവെന്ന ഒരു ഉന്നതമായ സ്ഥാനത്ത് സഭ, വേദപുസ്തകമെല്ലാം അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള വിശ്വാസികളുടെ നായകൻ, വിശ്വാസികളുടെ നേതാവ് ഇരിക്കുന്ന ഒരു കൂടാരത്തിന്, ഒരു ഓക്കുമരത്തോപ്പിന് കൈവരുന്ന ദൈവാനുഭവങ്ങൾ, ഒരു മനുഷ്യൻ്റെ ജീവിതം എത്ര ശോകപൂർണമാണെങ്കിലും ദുരിതങ്ങൾ നിറഞ്ഞതാണെങ്കിലും ദൈവം ഒരു വേള നിന്നെ സന്ദർശിക്കുമെന്ന് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം നമുക്ക് വലിയൊരു സന്ദേശം നൽകുകയാണ്. വലിയൊരു മെസ്സേജ് ജനസിസ് 18 ഉൽപ്പത്തി 18-ാം അധ്യായത്തിനുണ്ട്. നിൻ്റെ ദൈവം, നീ ഏത് ജീവിത അവസ്ഥയിലൂടെ, ഏത് തകർച്ചയിലൂടെ, എത്ര നിരാശയിലൂടെ, എത്ര വേദനയിലൂടെ കടന്നു പോകുന്നവനാണെങ്കിലും ദൈവത്തിന് നിന്നെ സന്ദർശിക്കാതിരിക്കാൻ കഴിയുകയില്ല. നീ അനുവദിക്കുന്നെങ്കിൽ ദൈവം നിൻ്റെ ഹൃദയത്തിലേക്ക്, ഭവനത്തിലേക്ക്, നിൻ്റെ കുഞ്ഞുങ്ങളിലേക്ക്, ജീവിത പങ്കാളിയിലേക്ക്, നിൻ്റെ ജോലിയിലേക്ക്, നിൻ്റെ ആത്മാവിലേക്ക് ദൈവം പ്രവേശിക്കും, ദൈവം നിന്നെ സന്ദർശിക്കുമെന്ന് ഈ ഉൽപ്പത്തി 18 നമുക്ക് ഉറപ്പ് തരികയാണ്. മാമ്രയുടെ ഓക്കുമരത്തോപ്പിന് സമീപം അബ്രഹാം പിതാവ് ഇരിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചു, കൂടാരങ്ങളിൽ വസിക്കുന്ന, ജീവിതകാലത്തൊന്നും ഒരു പെർമനൻ്റ് ഹൗസ് പണിഞ്ഞ മനുഷ്യനല്ല അബ്രഹാം പിതാവ്. ഒരിക്കലും ഈ ഭൂമിയിൽ ഞാനൊരു പരദേശിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവം പല സ്ഥലങ്ങളിൽ അദ്ദേഹത്തെ നടത്തിക്കൊണ്ടിരുന്നു, ഓടിച്ചുകൊണ്ടിരുന്നു. പല സ്ഥലങ്ങളിലൂടെ പലയിടത്തും അവൻ കൂടാരമടിച്ചിടത്തെല്ലാം അവൻ ദൈവത്തിന് ബലിപീഠം പണിതു, ദൈവത്തെ ആരാധിച്ചു പോന്നു. അതൊക്കെ ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ്. അബ്രഹത്തിൽ നിന്ന് നമ്മൾ വലിയ കാര്യങ്ങൾ പഠിക്കണം. എപ്പോഴും നമ്മൾ വലിയ കാര്യങ്ങളെക്കുറിച്ച് ജീവിതത്തിൽ ചിന്തിക്കണം. ഉന്നതമായ ജീവിതാനുഭവങ്ങൾ അബ്രഹത്തെക്കുറിച്ചൊക്കെ ഇടയ്ക്ക് ധ്യാനിച്ചാൽ പ്രിയപ്പെട്ട ഒരു വിശ്വാസത്തിലൊക്കെ ഒരു പടി കൂടെ ഉയരുവാൻ അത് നമ്മളെ സഹായിക്കും. ആ ഒരു വാക്ക് തന്നെ അഭിഷേകമുള്ളതാണ്. വിശ്വാസികളുടെ പിതാവ് എന്ന അബ്രഹത്തിൻ്റെ ആ നാമം തന്നെ അത് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു അഭിഷേകം പരിശുദ്ധാത്മാവ് നമുക്ക് തരും. കാരണം വിശ്വാസത്തിലൊക്കെ ഒരു പടി കൂടെ ദൈവം നമ്മളെ ഉയർത്തിക്കൊണ്ടുവരും. നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ അബ്രഹാമാകാനുള്ള വിളി ഇതിലൂടെ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അബ്രഹാം ഇരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഏറ്റവും നിരാശപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലാണ് ഈ ഒരു സ്ഥലത്ത് അദ്ദേഹം താമസിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. 100 വയസ്സെത്തിയ ഒരു മനുഷ്യൻ 100ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ദീർഘനാളായിട്ട് അബ്രഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ്, ഒരു കുഞ്ഞ്, എൻ്റെ രക്തത്തിലുള്ള ഒരു കുഞ്ഞ്. അത് അദ്ദേഹത്തിന് കൈവന്നിട്ടില്ല. 100 വയസ്സെത്തിയ ഒരു മനുഷ്യൻ്റെ രോദനങ്ങൾ, വേദനകൾ അബ്രഹാം നെഞ്ചിൽ അടുക്കി പിടിക്കുന്നുണ്ട്. ഈ വേദനയോടുകൂടെ മാമ്രയുടെ ഓക്കുമരത്തോപ്പിന് സമീപം ഇരിക്കുമ്പോൾ ആ ഇരിക്കുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ, അർദ്ധസഹോദരനായ കസിനായ ലോത്തുമായിട്ട് രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് കഴിഞ്ഞു പോന്നു. പക്ഷേ ഒരു കാലഘട്ടം വരുമ്പോൾ അബ്രഹത്തിന് മനസ്സിലായി ഇനി ഒരുമിച്ചുള്ള യാത്ര ദുഷ്കരമാണ്. രണ്ടുപേരും, മക്കളും അതുപോലെ ദാസന്മാരും ആടുമാടുകളും എല്ലാം കൂടെ നിറഞ്ഞു. പരസ്പരം ശണ്ടയുണ്ടാകരുതെന്ന് കണ്ട അബ്രഹാം ആദ്യം തന്നെ ഒരു സമാധാന ഉടമ്പടി, ഒരു സമാധാന എഗ്രിമെൻ്റ് ലോത്തുമായിട്ട് വെക്കുകയാണ്. നമുക്കിനി പിരിയാം, ഇതാ ദൈവം നമുക്കായിട്ട് ദാനം ചെയ്ത സ്ഥലമാണ്, നിനക്കിഷ്ടമുള്ളത് നീ എടുക്കുക, ബാക്കിയുള്ളത് എനിക്ക് തന്നുകൊള്ളുക. സത്യത്തിൽ അബ്രഹാമാണ് തലമൂത്ത മനുഷ്യൻ, അബ്രഹാമാണ് ദൈവാനുഭവം കൂടുതലുള്ള മനുഷ്യൻ, അബ്രഹാമാണ് ജ്യേഷ്ഠൻ. അതുകൊണ്ട് തന്നെ അബ്രഹാം ലോത്തിനോട് പറയേണ്ടത്, സഹോദരാ, നീ എൻ്റെ അനുജനാണ്, ഈ പ്രദേശങ്ങളൊക്കെ നിന്നേക്കാളും മൂത്തവൻ എന്ന നിലയിൽ ഈ പ്രദേശമൊക്കെ എനിക്കുള്ളതാണ്, ഞാനിതെല്ലാം സ്വീകരിക്കുന്നു, ബാക്കിയുള്ളത് ഞാൻ നിനക്ക് തരുന്നു എന്നാണ് ലോത്തിനോട് പറയേണ്ടത്. എന്നാൽ അബ്രഹാം അങ്ങനെയല്ല പറയുന്നത്, വിട്ടുകൊടുക്കുകയാണ് പൂർണ്ണമായിട്ടും. ഈ ഒരു മനോഭാവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേണം. പലപ്പോഴും നമ്മളൊക്കെ പിടിച്ചു വെക്കുന്നവർ, അധികാരവും പണവും സമ്പത്തും ഒക്കെ, നമ്മുടെ ജോലി മേഖലയിലൊക്കെ ചെറിയ ചില കാര്യങ്ങൾ തന്നാലും നമ്മുടെ കീഴ്ജീവനക്കാരോടൊക്കെ എന്ത് ക്രൂരമായിട്ടാണ് നമ്മൾ ഇടപെടുന്നത്. അധികാരമുള്ളവനെ പോലെ നമ്മൾ അവരോട് ക്രൂരമായി പെരുമാറാറുണ്ട്. വീട്ടിലും അതുതന്നെ പലപ്പോഴും നമ്മൾ കാണിക്കാറുണ്ട്. വിട്ടുകൊടുക്കണം പ്രിയപ്പെട്ട. കുറച്ചൊക്കെ നമുക്കുള്ളതൊക്കെ ഒന്ന് അയച്ചു വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിയണം. അബ്രഹാം അത് ചെയ്തു. സ്വന്തം സഹോദരനോട് പറയുകയാണ്, അവൻ കണ്ണുള്ള മനുഷ്യനാണ്, പ്രകൃതിയെ നോക്കുന്ന നല്ലൊരു കർഷകനാണ് ലോത്ത്.
ലോകത്ത് നോക്കുമ്പോൾ സോതവും മുഴുവൻ വിളഞ്ഞു കിടക്കുന്ന മണ്ണാണ്, നിറഞ്ഞു കിടക്കുന്ന എന്താണ് പറയുക, വളക്കൂറുള്ള മണ്ണാണ്, സമൃദ്ധമായ നനവുള്ള മണ്ണാണ് അവിടെ കൃഷി ചെയ്താൽ 100 മേനി ഫലമാണ്. അതുകൊണ്ട് ലോത്ത് പറഞ്ഞു, ജ്യേഷ്ഠ, ഈ പ്രദേശമൊക്കെ ഞാനെടുത്തു, ദേ അവിടെ കിടക്കുന്ന ബാക്കിയുള്ളത് നീ എടുക്കുക. അബ്രാഹാം അവിടേക്ക് പോവുകയാണ്. ഒരു നിരാശയും അബ്രാഹത്തിൻ്റെ ജീവിതത്തിനില്ല, ഒരു വേദനയും അബ്രാഹത്തിനില്ല, ഒരു പരാതിയില്ല. എന്നാലും എനിക്കിത് കിട്ടിയല്ലോ എന്ന് അബ്രാഹാം ദൈവത്തോട് ചോദിക്കുന്നില്ല. സ്വന്തം സഹോദരൻ തിരഞ്ഞെടുത്തതും സ്വന്തം സഹോദരൻ തിരസ്കരിച്ചതുമായ സ്ഥലത്തേക്ക്, സ്വന്തം സഹോദരൻ തിരഞ്ഞെടുത്തിടത്തേക്ക് ലോത്ത് പോയി, അവൻ തിരസ്കരിച്ചിടത്തേക്ക് അബ്രാഹാം പോയി. അവൻ അവിടെ കൂടാരമിടിച്ചു. ആ സ്ഥലമാണ് ഇന്നത്തെ ഈ മാമ്രയുടെ ഓക്കുമരത്തോപ്പ. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ അബ്രഹാം അവിടെ നോക്കുമ്പോൾ തരിശായിട്ട് കിടക്കുന്ന സ്ഥലമാണ്, അവിടെ ഒന്നുമില്ല. എന്നിട്ടും അബ്രഹാം അവിടെ തന്നെ കൂടാരമിടിച്ചു. അത് ദൈവഹിതമാണെന്ന് ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞിരുന്നു. പുറപ്പാട് 3:8 ആ സ്ഥലം ഏതാണെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ കുറേ തലമുറകൾ കഴിയുമ്പോഴാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. നോക്കുക, ഒരു മനുഷ്യൻ ഒതുങ്ങിക്കൂടിയെടുത്ത്, ഒരു മനുഷ്യൻ ദൈവത്താൽ ചെറുതായെടുത്ത് ദൈവം ആ മണ്ണിനെയൊക്കെ അനുഗ്രഹിക്കുകയാണ്. ദൈവം ആ മണ്ണിൽ തൻ്റെ കരവേല നിർവഹിക്കുകയാണ്. എല്ലാം ആ മണ്ണിൻ്റെ കീഴിൽ ദൈവം ഒളിപ്പിച്ചു വെക്കുകയാണ്. എന്നിട്ടോ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് അടിമത്തത്തിൽ കിടക്കുന്ന ഈ ജനത്തെ മോചിപ്പിച്ച് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്ന ഒരു നാട്ടിലേക്ക് അവരെ നയിക്കാനാണ്. ആ നാടാണ് ഈ മാമ്രയുടെ ഓക്കുമരത്തോപ്പിൽ അബ്രാഹാം ഇരിക്കുന്ന സ്ഥലം. അബ്രാഹാം ഇരുന്ന ഈ സ്ഥലത്തെ, ലോത്ത് ഉപേക്ഷിച്ചു പോയ ഈ സ്ഥലത്തെ ദൈവം കാനാൻ നാടായി തിരഞ്ഞെടുത്ത് വെച്ചിരുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം തൻ്റെ അടുത്ത വരും തലമുറകൾക്ക് ദൈവം അത് ഒരുക്കി വെക്കുകയാണ്. ഈ അടുത്ത കാലത്തും ഈ കാനാൻ നാട് ഇന്നത്തെ ഇസ്രായേൽ സന്ദർശിച്ച ഒരു സഹോദരൻ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്. ഇത്രയും ബുദ്ധിയുള്ള ജനത, ഇത്രയും ദൈവം കൊടുത്ത കരവേല. അദ്ദേഹം പറയുകയാണ്, 30 ദിവസത്തോളം ഞാൻ അവിടെ താമസിച്ചു, ഓരോ സ്ഥലങ്ങളിലും ഞാൻ പോയി ദൈവത്തിൻ്റെ മഹത്വം ഓരോ പ്രദേശങ്ങളിൽ കണ്ടു. അദ്ദേഹം പറയുകയാണ്, ഒരു വെണ്ട കൃഷി ഒരു സ്ഥലത്ത്, അതിൻ്റെ ഒരു പാടത്ത് പോയി. അപ്പോൾ അവിടെ നോക്കുമ്പോൾ അവിടെ ഈ മരത്തിൽ, ഈ ചെടിയിൽ ഇലകളൊന്നുമില്ല, 1-2 ഇല മാത്രമേ ഉള്ളൂ. അത് മുഴുവൻ വെണ്ടക്കായകൾ അവിടെ പൂത്തു നിൽക്കുകയാണ്, നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അവിടുത്തെ കർഷകനോട് ചോദിക്കുകയാണ്, ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഇലകളൊന്നും ഇതിലില്ലല്ലോ, ഇതിൽ കായ മാത്രമേ ഉള്ളല്ലോ. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചത്, ദൈവം ബുദ്ധി തന്ന ഒരു ജനതയാണ് ഇവിടെ പാർക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ബുദ്ധിയിൽ അവരത് വികസിപ്പിച്ചെടുത്തു. ഒരു വെണ്ടമരം ചെടി ഉണ്ടായാൽ അതിൽ ഇലകളല്ല കായ്കളാണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ എങ്ങനെ കൂടുതൽ കായ്കൾ ഈ ചെടിയിലുണ്ടാകുമെന്ന് ഉള്ള ടെക്നോളജി അവർ വികസിപ്പിച്ചെടുത്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ്, കിലോ കണക്കിന് വെണ്ടയ്ക്കായ ഓരോ ചെടിയിൽ നിന്നും പറിച്ചെടുക്കാനുണ്ട്. അത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു നാടാണ് ഇന്നും കാനാൻ ദേശം. ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ ഒട്ടും മാറ്റം വരുത്തുന്നവനല്ല, വാഗ്ദാനങ്ങളിൽ ദൈവം പിന്നോക്കം പോകുന്നവനല്ല എന്ന് ഈ സംഭവം തെളിയിച്ചു തരികയാണ്. നോക്കുക, ആ സ്ഥലത്ത് അബ്രഹാം ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിരാശയ്ക്ക് ഒരുപാട് വക അബ്രാഹത്തിനുണ്ട്. ഒരുപാട് നിരാശപ്പെടാനുള്ള അവസ്ഥകൾ അബ്രാഹത്തിനുണ്ട്. അതൊന്നും അബ്രഹാം കണക്കാക്കുന്നില്ല. അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, തൻ്റെ കൂടാരവാതിക്കൽ വെയിൽ മൂത്ത സമയം അബ്രഹാം ഇരിക്കുകയായിരുന്നു. വളരെ ശ്രദ്ധേയമാണ്. ബൈബിളിൽ ഓരോ വചനങ്ങളും നമ്മൾ ആഴത്തിൽ ധ്യാനിച്ചു പോകണം. അപ്പോഴാണ് ആ വചനങ്ങൾക്കുള്ളിൽ കിടക്കുന്ന ആത്മാവും ജീവനും നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. വെയിൽ മൂത്ത സമയത്ത് അബ്രഹാം തൻ്റെ കൂടാരവാതിക്കൽ ഇരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെയിൽ മൂത്ത ജീവിതാനുഭവങ്ങൾ നമ്മുടെ എല്ലാ ജീവിതത്തിലുണ്ട്. പണ്ഡിതനോ പാമരനോ ജ്ഞാനിയോ പണക്കാരനോ പാവപ്പെട്ടവനോ സാധുവോ അനാഥനോ ആരുമാകട്ടെ, ഏത് രാജ്യക്കാരനായിക്കൊള്ളട്ടെ, ഏഷ്യനോ യൂറോപ്പിനോ ആരുമാകട്ടെ, ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ വെയിൽ മൂത്ത ജീവിതാനുഭവങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വരും. അവൻ്റെ ശരീരത്തിലെ രോഗങ്ങളായിട്ടാകാം, മറ്റ് മാനസിക തകർച്ചകളായിട്ടാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, മറ്റ് ദുരിതങ്ങളാകാം, തകർച്ചകളാകാം, ബന്ധങ്ങൾ, എല്ലാവരും ബന്ധുജനങ്ങൾ പോലും കൈവിട്ടു പോകുന്ന അനുഭവങ്ങളാകാം. അങ്ങനെ പലതരത്തിൽ ഇത് നമ്മളെ ആക്രമിച്ചു എന്ന് വരാം. എന്നാൽ നോക്കുക, അബ്രഹാം തൻ്റെ ജീവിതത്തിൽ ഈ വെയിൽ മൂത്ത ജീവിതാനുഭവങ്ങളിലൊക്കെ തിരുവചനം ഇങ്ങനെ പറയുന്നു, അദ്ദേഹം തൻ്റെ കൂടാരവാതിക്കൽ സദാ സന്നദ്ധനായിരുന്നു. ആരെയോ കാത്തിരിക്കുന്നവനെ പോലെ അവിടെ, ഇതാ ഞാൻ കർത്താവേ, നിൻ്റെ ആലയത്തിൽ ഞാൻ എപ്പോഴും നിൻ്റെ സന്നിധിയിലുണ്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പോലെ അബ്രഹാം ഈ കൂടാരവാതിക്കൽ കാത്തിരിക്കുകയാണ്. നോക്കുക, തുടർന്നിങ്ങനെയാണ് വചനം പറയുന്നത്, അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ 3 ആളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു.
തല ഉയർത്തി നോക്കുന്ന 100 വയസ്സുള്ള ഒരു പടുവൃദ്ധൻ്റെ ചിത്രമാണ് അബ്രാഹത്തിൽ നമ്മളിപ്പോൾ കാണേണ്ടത്. അദ്ദേഹത്തിൻ്റെ ശാരീരിക വേദനകൾ, ശാരീരിക വിഷമതകൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. കാലാവസ്ഥ തിരുവചനം കൃത്യമായിട്ട് പറയുന്നു. വെയിൽ മൂത്ത അനുഭവം മരുഭൂമിയിലാണ് അബ്രാഹാം നിൽക്കുന്നത്. ഈ അനുഭവങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ തിരുവചനം ഇങ്ങനെ പറയുന്നു, തനിക്കെതിരെ നിൽക്കുന്ന 3 ആളുകളെ കണ്ട മാത്രയിൽ അവൻ തല ഉയർത്തി നോക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, ദൈവത്തിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഈ ഒരു എഫേർട്ട് നമ്മുടെ മുമ്പിലുണ്ടാകണം. എല്ലാം മറ്റുള്ളവർ കൊണ്ടുതരുമെന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും അങ്ങനെ ഇരിക്കുന്നവർ. എല്ലാം നമുക്ക് ഇന്ന് റെഡിമെയ്ഡായിട്ട് കിട്ടും. ഇന്നൊരു ഫാസ്റ്റ് ഫുഡിൻ്റെ കാലഘട്ടമാണ്. എന്തും നമുക്ക് റെഡിമെയ്ഡാണ്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. എല്ലാം നമ്മൾ പാറ്റിപ്പറക്കിയെടുക്കുകയായിരുന്നു. ഓരോ കാര്യങ്ങളുടെ പിന്നിലും നമ്മൾക്ക് വീട്ടിൽ പലഹാരങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഉരലിൽ അരി ഇടിച്ച് കഷ്ടപ്പാടിൻ്റെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്നെല്ലാം ഇൻസ്റ്റൻ്റാണ്. എല്ലാം നമുക്ക് റെഡി അവൈലബിളാണ്. നമ്മളുടെയൊക്കെ ഒരു ദോഷം ഇതാണ് തോന്നുന്നു. ഈ തലമുറയിൽ നമ്മൾ ഫേസ് ചെയ്യുന്നൊരു വലിയ പ്രശ്നം, ഒരു വലിയ പ്രതിസന്ധി ഇതാണ്. എല്ലാം നമ്മുടെ കൈകളിൽ ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്നത് കൊണ്ട് അതിൻ്റെ പിന്നിലുള്ള പ്രയത്നങ്ങൾ, വേദനകൾ നമ്മൾ അറിയുന്നില്ല. നോക്കുക, തല ഉയർത്തി നോക്കുന്ന അബ്രാഹാം, അദ്ദേഹം വലിയൊരു പാഠം, വലിയൊരു വിശ്വാസികളുടെ പിതാവെന്ന നിലയിൽ അബ്രാഹാം പിതാവ് വലിയൊരു പാഠം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ മുമ്പിൽ തല ഉയർത്തി നോക്കുമാറ് നിങ്ങൾ ഉന്നതരായിരിക്കണം. നിങ്ങൾക്ക് ആത്മീയ ശക്തി ഉണ്ടാകണം. ദൈവത്തിലേക്ക് തല ഉയർത്തി നോക്കുക. നിങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നിങ്ങൾ കുമ്പിട്ട് കിടക്കരുത്. നിങ്ങളുടെ പരാതികളിൽ നിങ്ങൾ കുമ്പിട്ട് കിടക്കരുത്. അവിടെ നിന്ന് എഴുന്നേൽക്കണം. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് തല ഉയർത്തി നോക്കണം. 121 സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങളിൽ ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പർവ്വതങ്ങളിലേക്ക് എൻ്റെ കണ്ണുകൾ ഉയർത്തും, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് തന്നെ എനിക്ക് സഹായം വരുമെന്നാണ് പറയുന്നത്. നോക്കുക, ജീവിതത്തിൽ ഇത്രയും പ്രതിസന്ധി നേരിട്ട വേറൊരു മനുഷ്യനില്ല. തൻ്റെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, പാടുകയാണ്. പർവ്വതങ്ങളിലേക്ക്, ഞാൻ വേറെ എങ്ങുമല്ല നോക്കുന്നത്, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകളെ ഉയർത്തും, എൻ്റെ സഹായം എവിടെ നിന്നാണ് വരിക? അദ്ദേഹം നമ്മെ പഠിപ്പിക്കുകയാണ്, എൻ്റെ സഹായം വരുന്നത് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള ഈ മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളും അവൻ്റെ പ്രതിസന്ധികളും എത്രയോ നിസ്സാരമാണ്. അതിൻ്റെ സൃഷ്ടാവായ ദൈവം നിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ അതൊക്കെ എത്ര നിസ്സാരമാണെന്ന് ദാവീദ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. തല ഉയർത്തി ദൈവസന്നിധിയിലേക്ക് നോക്കണം. ജീവിതത്തിലെ നൊമ്പരങ്ങൾ, വേദനകൾ വരുമ്പോൾ പ്രാർത്ഥനയിലൂടെ, ദൈവാനുഭവത്തിലൂടെ, ദൈവാന്വേഷണത്തിലൂടെയൊക്കെ ഒരുപടി തല ഉയർത്തി, എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ നോക്കുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നീ എൻ്റെ മുമ്പിലുണ്ട്, ഇത് ഞാൻ വിശ്വസിക്കുന്നു, സത്യമായി ഞാൻ തിരിച്ചറിയുന്നു, 3 ആളുകൾ, പരിശുദ്ധ ത്രിത്വം എൻ്റെ മുമ്പിലുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞ് ആ പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ശിരസുയർത്തി നിന്ന് ദൈവത്തിങ്കിലേക്ക് നോക്കുവാനുള്ള വലിയൊരു ആഹ്വാനം അബ്രാഹാം പിതാവ് നമുക്ക് തരികയാണ്. നോക്കുക, തല ഉയർത്തി നോക്കുന്ന അബ്രാഹാം 3 ആളുകൾ തനിക്കെതിരെ വരുന്നു. ജീവിതത്തിൻ്റെ വെയിൽമൂത്ത ജീവിതാനുഭവങ്ങളിൽ നിൽക്കുകയാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ. വിലാപങ്ങൾ 3:19 മുതൽ വാക്യങ്ങൾ. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അവയെക്കുറിച്ച് നിരന്തരം ധ്യാനിച്ചെൻ്റെ മനം തകരുന്നു. എന്നാൽ ഞാനൊരു കാര്യം ചെയ്യുന്നു, അതെനിക്ക് പ്രത്യാശ പകരുന്നു, ഇത് ഞാൻ തിരിച്ചറിയുന്നു. വിലാപങ്ങളുടെ പ്രാർത്ഥനയാണ്. കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. ചിന്തിച്ചാൽ മനം തകർന്നു പോകും. എന്നാൽ ഞാൻ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അതെനിക്ക് പ്രത്യാശ പകർന്നു തരുന്നു എന്ന് ദൈവവചനം നമ്മളെ ഭരിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു അനുഭവമാണ് നമുക്ക് വേണ്ടത്. ജീവിതത്തിൻ്റെ വെയിൽമൂത്ത ജീവിത അനുഭവങ്ങളിൽ, സമയങ്ങളിൽ തകർന്നു പോകരുത്. ആ വെയിൽമൂത്ത പൊള്ളുന്ന ജീവിതാനുഭവങ്ങളിൽ നിൽക്കുമ്പോൾ അവയെല്ലാം എനിക്ക് പ്രത്യാശ പകരുന്നു എന്ന് പറയുന്ന ഒരു വലിയ കൺവേർഷൻ നമുക്ക് ഉണ്ടാകണം. അൽഫോൻസാമ വിശുദ്ധിയുടെ പദവിയിൽ ഇന്ന് പരിലസിക്കുന്ന ഒരു വിശുദ്ധ സുമമാണ്. ആ കാലഘട്ടത്തിൽ, അവൾ ജീവിച്ച കാലഘട്ടത്തിലൊക്കെ 40 വയസ്സെത്തുന്നതിന് മുമ്പ് അൽഫോൻസാമ ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി. എന്നാൽ ഏതാനും വർഷങ്ങൾ അവളുടെ കിടക്കയിൽ വെച്ച് അവൾക്കുണ്ടായ എല്ലാ സഹനങ്ങളും, ആ സഹനങ്ങളൊക്കെ അവളുടെ ശരീരത്തെ മുഴുവൻ ശോകപൂരിതമാക്കിയപ്പോൾ, വേദന കൊണ്ട് നിറച്ചപ്പോൾ അതിന് മുകളിൽ വിശുദ്ധിയുടെ പായ വിരിച്ച് കിടന്നവളാണ് അൽഫോൻസാമ. അതിൻ്റെയൊക്കെ മുകളിൽ വിശുദ്ധിയുടെ, ദൈവകൃപയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അതിന് മുകളിൽ പായ വിരിച്ച് സൗഖ്യത്തിൻ്റെ ആത്മാവിനെ അവിടെ കിടത്തി തൻ്റെ ആത്മാവിൽ ആ വേദനകളെ, രോദനങ്ങളെയൊക്കെ എന്താണ് പറയുക, ആഘോഷമാക്കി തീർത്ത് അതിനെ കൺവേർട്ട് ചെയ്ത് അതിലൂടെ പ്രത്യാശ പകർന്ന് ആ ജീവിതകാലം മുഴുവൻ ജീവിച്ചവളാണ്. അതുകൊണ്ടാണ് ഇന്ന് അൽഫോൻസാമ സൂക്തങ്ങൾക്ക് പോലും വലിയ പ്രാധാന്യം കൈവരുന്നത്. അതുകൊണ്ടാണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാം. ജീവിതത്തിൻ്റെ വെയിൽമൂത്ത ജീവിതാനുഭവങ്ങൾ നമുക്ക് പ്രത്യാശ പകർന്നു തരട്ടെ. രണ്ടാമത്തത്,
ദൈവസന്നിധിയിൽ തല ഉയർത്തി നോക്കുവാൻ, പർവ്വതങ്ങളിലേക്ക് തല ഉയർത്തി നോക്കുവാൻ, പ്രശ്നങ്ങളിലേക്കല്ല, നമ്മളുടെ ബുദ്ധിമുട്ടുകളിലേക്കല്ല, രോഗങ്ങളിലേക്കല്ല, അതിനപ്പുറത്ത് ദൈവത്തിങ്കിലേക്ക്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിങ്കിലേക്ക് തല ഉയർത്തി നോക്കുവാൻ നമുക്ക് കഴിയണം. തുടർന്ന് ദൈവത്തിൻ്റെ ദൂതന്മാർ ഈ 3 ആളത്വങ്ങളെ സന്ദർശിക്കുന്ന അബ്രഹാം ഉടൻ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് അവരെ പരിചരിക്കുകയാണ്. അവരോട് പറയുകയാണ്, നിങ്ങളിവിടെ വന്ന സ്ഥിതിക്ക് എന്നെ വിട്ട് പോകരുതേ, നിങ്ങൾ ഇവിടെ ഇരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇരുത്തിയതിന് ശേഷം തൻ്റെ ജീവിത പങ്കാളിയോട് പറയുകയാണ്, 3 ഇടങ്ങഴി മാവ് കുഴയ്ക്കുക, വിശിഷ്ടരായ അതിഥികൾ നമ്മുടെ ഭവനത്തിലെത്തിയിരിക്കുന്നു. സാറ അത് ചെയ്യുകയാണ്. അതിനുശേഷം ദാസന്മാരോട് പറയുകയാണ്, ഏറ്റവും മനോഹരമായി ഇവർക്ക് മൂരിയിറച്ചി ഉണ്ടാക്കുക. അവർ അത് ചെയ്യുന്നു. അങ്ങനെ വലിയൊരു വിരുന്ന് അബ്രഹാം ദൈവത്തിന് ഒരുക്കി കൊടുക്കുകയാണ്. 100 വയസ്സുള്ള ഒരു വൃദ്ധൻ ദൈവദൂതന്മാർക്ക് വിരുന്നൊരുക്കി കൊടുക്കുന്നു. ഒരുപക്ഷെ അബ്രഹാം അറിഞ്ഞില്ല, ഇത് ദൈവദൂതന്മാരാണെന്ന് അബ്രഹാം അറിഞ്ഞില്ല. നമുക്ക് പഠിക്കേണ്ട വലിയൊരു പാഠം ഇവിടെ തരികയാണ്. ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ വിരുന്നൊരുക്കി കൊടുക്കുവാൻ നമ്മൾ പഠിക്കണം. പലപ്പോഴും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ പലർക്കും വിരുന്നൊരുക്കി കൊടുക്കുന്നവരാണ് നമ്മൾ. അതൊക്കെ ഭൗതികമായി നമുക്ക് തിരിച്ചു കിട്ടുന്നതുകൊണ്ടും പ്രത്യുപകാരമായിട്ടൊക്കെയാണ് നമ്മളത് ചെയ്യുന്നത്. എന്നാൽ ജീവിതത്തിൽ ദൈവത്തിന് വിരുന്നൊരുക്കി കൊടുക്കുവാൻ നമ്മൾ പഠിക്കണം. ഏറ്റവും വലിയൊരു സ്പിരിച്വാലിറ്റിയിൽ ഏറ്റവും വലിയൊരു ഡീസൻസിയാണിത്. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ദൈവത്തിന് വിരുന്നൊരുക്കുവാൻ നമ്മുടെ ഹൃദയത്തെ, ജീവിതത്തെയൊക്കെ ഒരുക്കുക. നമുക്കറിയാം, നമ്മുടെ കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ ആരാധന, പ്രാർത്ഥനകളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും നമ്മുടെ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത്? സാധാരണ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാകാത്ത വലിയ ഒരു പരികർമ്മമാണ് അവിടെ നടക്കുന്നത്. അത് ഓരോ വ്യക്തിയും ഓരോ ദിവസവും അനുഭവിക്കണം, ആത്മീയമായി അത് ആസ്വദിക്കണം എന്ന് കണ്ടാണ് സഭ നമുക്ക് ഇതൊരുക്കി തരുന്നത്. വിശുദ്ധ കുർബാനയിൽ ഒരു വ്യക്തി തൻ്റെ ശരീരവും രക്തവും മുറിച്ച് നമുക്ക് പകർന്നു തരികയാണ്. ക്രിസ്തു ഒരുക്കുന്ന വിരുന്നാണ് പരിശുദ്ധ കുർബാന. ഈ വിരുന്നിൽ പലപ്പോഴും നമ്മൾ സംബന്ധിക്കുന്നു. ഈ വിരുന്നൊരുക്കിയവൻ്റെ വിരുന്ന് സ്വീകരിച്ച് കരങ്ങളിൽ, നാവുകളിൽ സ്വീകരിച്ച് മടങ്ങിപ്പോകുന്ന ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിന് എന്ത് വിരുന്ന് മടക്കി കൊടുക്കുന്നു എന്ന് ചിന്തിക്കണം. ദൈവത്തെ മുറിച്ച് ഭക്ഷിക്കുമ്പോൾ, ദൈവത്തിൻ്റെ മുറിക്കപ്പെട്ട തിരുശരീരം, ആ ദൈവത്തെ തന്നെ നാം സ്വീകരിക്കുമ്പോൾ, മറിച്ച് ദൈവത്തിന് നാം എന്ത് കൊടുത്തു എന്ന് ഒരു വേള ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ഇല്ലെങ്കിൽ നാം ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ നാം വിട്ടുകൊടുക്കണം നമ്മളെ തന്നെ എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് വിരുന്നൊരുക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കണം. നമുക്കുള്ള ചെറിയ ചെറിയ ജീവിത സാഹചര്യങ്ങളിലൂടെ അത് കഴിയും. ഉപവാസത്തിലൂടെ, പ്രാർത്ഥനകളിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ, പരിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നതിലൂടെ, പരിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കുന്നതിലൂടെ, തിരുവചനം ധ്യാനിക്കുന്നതിലൂടെയൊക്കെ ഇതിനുള്ള വലിയ വേദികൾ സഭ നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളത് ഒരുക്കണം എന്നുള്ളതാണ്. ദൈവം അനുഗ്രഹിക്കുന്ന ഒരനുഗ്രഹത്തിൻ്റെ വസന്തം നമ്മുടെ ജീവിതത്തിൽ വിദൂരമല്ല പ്രിയ സഹോദരങ്ങളെ. നിങ്ങൾ ഓർത്തുകൊള്ളുക, ദൈവം അനുഗ്രഹിക്കാൻ പോകുന്ന ഒരു വസന്തത്തിൻ്റെ അനുഭവം, അടുത്ത വസന്തത്തിൽ ഞാൻ തീർച്ചയായും വരും, അന്ന് നിൻ്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കുമെന്ന് അബ്രാഹത്തെ അനുഗ്രഹിച്ച ദൈവം ഇന്ന് എന്നെയും നിങ്ങളെയും ഈ തിരുവചനങ്ങളുടെ യോഗ്യതയാൽ അനുഗ്രഹിക്കുകയാണ്. അനുഗ്രഹത്തിൻ്റെ ഒരു വസന്തം അധികം വിദൂരത്തല്ലാതെ സമീപത്തായി തന്നെ നമുക്കുണ്ട് എന്ന് നമ്മൾ അറിയുക. അനുഗ്രഹത്തിൻ്റെ ഒരു വസന്തം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. അടുത്ത വസന്തത്തിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. അന്ന് വലിയൊരു അനുഗ്രഹം, വലിയൊരു കൃപ നിങ്ങൾ പ്രാപിക്കും. നിങ്ങൾ ഇതുവരെ പ്രാർത്ഥിച്ച വിഷയമാകാം, ഒരുപക്ഷെ നിരാശപ്പെട്ടു പോയ കാര്യമാകാം, പക്ഷേ അനുഗ്രഹത്തിൻ്റെ ഒരു വസന്തം വിദൂരമല്ല എന്ന് 100 വയസ്സെത്തി 90 വയസ്സെത്തിയ സാറായിക്കും 100 വയസ്സിലെത്തിയ അബ്രാഹത്തിനും ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. വൈദ്യശാസ്ത്രപ്രകാരം ഒരിക്കലും ഒരു മനുഷ്യനും പ്രൊമോട്ട് ചെയ്യാത്ത, ഒരു മനുഷ്യനും അഡ്വൈസ് ചെയ്യാത്തൊരു കാര്യം, വാർദ്ധക്യത്തിൽ 90-ലെത്തിയ ഒരു ലേഡി പ്രസവിക്കുക എന്നുള്ളത് വൈദ്യശാസ്ത്രത്തിൽ എങ്ങും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യം. എന്നാൽ ദൈവം അത്രയും അത്യത്ഭുതകരമായ ഒരു കാര്യം ചെയ്തുകൊണ്ട് നമ്മളുടെയൊക്കെ ജീവിതം ഇതുമായി കമ്പയർ ചെയ്താൽ നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ, നമ്മളുടെയൊക്കെ വെയിൽമൂത്ത ജീവിതാനുഭവങ്ങൾ എത്രയോ ചെറുതാണെന്ന് ദൈവം കാണിച്ചു തരികയാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ദൂതൻ വന്ന് അവളോട് അസാധ്യമായ ഒരു കാര്യം പറയുമ്പോൾ, അന്നത്തെ യഹൂദ മതത്തിൻ്റെ ചിട്ട നിഷ്ഠകളിൽ നിന്നുകൊണ്ട് ജീവിക്കേണ്ട ഒരു സ്ത്രീയെ അവൾ കർത്താവിന് മുമ്പിൽ കുമ്പിട്ട്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറയുമ്പോൾ, തിരുവചനം അവളെക്കുറിച്ച് പറയുന്നത് എങ്ങനെ? ലൂക്കാ സുവിശേഷം അവളെ വിശേഷിപ്പിക്കുന്നു, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈ ഒരു അനുഭവമാണ് നമുക്ക് വേണ്ടത്. നാം ദൈവത്തിൽ വിശ്വസിക്കണം. ആഴമായ വിശ്വാസം വലിയ അത്ഭുതങ്ങളിലേക്ക്, വലിയ അനുഗ്രഹങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകും. ഇസഹാക്ക് എന്ന
അബ്രാഹത്തിൻ്റെ നാളുകളായുള്ള കാത്തിരിപ്പിനാണ് അവിടെ വിരാമമാകുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ അബ്രഹാം കാത്തിരുന്നത് അബ്രഹാം സ്വീകരിക്കുകയാണ്, പ്രാപിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാത്തിരിപ്പുകൾക്ക്, നമ്മളുടെ നാളുകളായുള്ള പ്രാർത്ഥന വിഷയങ്ങൾക്ക് ദൈവം അനുഗ്രഹം ചൊരിയേണ്ടിയിരിക്കുന്നു. ദൈവം അവയുടെ മേൽ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അതിന് അനുഗ്രഹത്തിൻ്റെ ഒരു വസന്തത്തിന് നമുക്ക് കാത്തിരിക്കാം. ഇസഹാക്കിനെ ലഭിക്കുന്ന അബ്രഹാം പിന്നീട് ആ ഇസഹാക്കുമായി മോറിയാമലയിലേക്കൊക്കെ പോകുന്നത് കുറേ കൂടെ ആഴപ്പെട്ട വിശ്വാസത്തിൻ്റെ ദർശനങ്ങളാണ്. നമുക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ മാത്രം സ്വീകരിക്കാതെ ആ അനുഗ്രഹങ്ങളോടൊപ്പം നമുക്ക് ലഭിച്ച സഹനങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുവാൻ പിന്നീട് നമുക്ക് കഴിയും. അങ്ങനെയുള്ള ആ ദൈവം തന്ന ഇസഹാക്കിനെ വീണ്ടും ആത്മന അദ്ദേഹം ബലിയർപ്പിക്കുന്നതും പിന്നീട് ദൈവം തന്നെ ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ ദൂതനിലൂടെ പറയുകയാണ് നീ അവനെ കൊല്ലരുതെന്ന് പറയുന്നതും, അങ്ങനെ അബ്രഹാം ഒരുപടി കൂടെ വളരുന്നതും, ഇന്നും അബ്രഹാം എന്ന ചരിത്ര സത്യം നമ്മുടെ മുമ്പിൽ വലിയ ആവേശമായി വിശ്വാസത്തിൽ നിറഞ്ഞു നിൽക്കുന്നതും അതുകൊണ്ടാണ്. അതുകൊണ്ട് അബ്രഹാത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പഠിക്കാം. മാമറയുടെ ഓക്കുമരത്തോപ്പ് നമ്മുടെ ജീവിതാനുഭവങ്ങളാണ്. അവിടേക്ക് കടന്നു വരുന്ന ദൈവത്തെ നിറഞ്ഞ ഹൃദയത്തോടെ, നിറഞ്ഞ കരങ്ങളോടെ നമുക്ക് സ്വീകരിക്കാം, ആശ്ലേഷിക്കാം ദൈവത്തിന് ജീവിതത്തിൽ വിരുന്നൊരുക്കി കൊടുക്കാം. അങ്ങനെ അനുഗ്രഹങ്ങളുടെ വസന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പൊള്ളുന്ന ജീവിതാനുഭവങ്ങൾ, വെയിൽ മൂത്ത ജീവിതാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം നീക്കിക്കളയുവാൻ, മാറ്റിക്കളയുവാൻ ഇടവരും. അത് ഒരു അനുഗ്രഹമായി തീരും. അബ്രാഹത്തെ പോലെ അബ്രാഹത്തിൻ്റെ കാത്തിരിപ്പിന് വിരാമമാകുന്നു. അബ്രാഹത്തിന് അവൻ കാത്തിരുന്ന ഇസഹാക്ക് അവൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ്. ഇതുപോലെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവസന്നിധിയിലുള്ള കാത്തിരിപ്പുകൾക്ക് ദൈവം അനുഗ്രഹവുമായി അടുത്ത വസന്തത്തിൽ കടന്നു വരും. ആ വസന്തത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് കാതോർത്തിരിക്കാം, വിശ്വാസത്തിൽ ഉയരാം, പ്രാർത്ഥനയിലും ഉപവാസത്തിലും പരിശുദ്ധ കുർബാനയിലും ആഴപ്പെട്ടുകൊണ്ട് ആ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി, ആ ദൈവാനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. വിശ്വാസത്തിൽ നമുക്ക് ഉയരാം. ഓർക്കുക, ദൈവം നമ്മെ സന്ദർശിക്കുവാൻ പോകുന്നു. ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappad.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.